ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും ചെയ്തേക്കാന്ന് കരുതി. നമ്മളിത് നൈറ്റ് ഒരു ഡെലിവറിക്ക് വന്നേക്കണെയാണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം രാവിലെ 3 മണിക്ക്. നല്ല തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല തണുപ്പാണ്, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അത് വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിലേ -5 ഇന്നത്തെ ടെമ്പറേച്ചർ കേട്ടോ. നമ്മൾ ആ സൈഡിൽ കിടക്കുന്ന മഞ്ഞ് കുഴപ്പമില്ല, വെള്ള കളറിൽ കിടക്കുന്നു കണ്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്ലാക്ക് കളറിൽ കിടക്കുന്ന എന്താണ്ടല്ലോ, നമ്മളെ ബ്ലാക്ക് ഐസ് എന്ന് പറയും, അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. വണ്ടി പെട്ടെന്ന് വീല് തെന്നി മാറും. പ്രത്യേകിച്ച് നമ്മൾ ഫുള്ള് ലോഡിലും കൂടി ആവുമ്പോഴേ ഏകദേശം 10-40 ടണ്ണിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടാവും നമ്മൾ ഫുള്ള് ലോഡ് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് ഓടിക്കുന്നത് ബെൻസാണ്, ബെൻസിൻ്റെ ട്രക്കാണ്. ഏകദേശം സിംഗിൾ ട്രെയിലറാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മെയിനായിട്ട് കണ്ടോ, ഈ ഒരു സ്ഥലം കാണിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് സീബേൺ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ചൈനീസ് സൈഡ് എന്ന് പറയും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കണ്ടോ, ഫുള്ള് മഞ്ഞൊക്കെ വീണ്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് കണ്ടോ. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം അവിടെ കടലാണ്. പകല് കാണാൻ വളരെ നല്ല ഭംഗിയാണ്. പക്ഷെ പകല് നമുക്ക് ഇതുപോലെ എന്താ പറയുക, ഇവിടെ ഒന്നും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും എപ്പോഴും, ടൂറിസ്റ്റുകളും എല്ലാവരും വന്നിട്ട്. അപ്പോൾ ഇന്ന് ഇത്ര വെളുപ്പിനായതുകൊണ്ടൊക്കെയാണ് ആളുകൾ ഇല്ലാത്തത്. പിന്നെ ആദ്യമേ പറയട്ടെ, നമുക്കിവിടെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് സേഫ്റ്റിയാണ് ഇവിടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി, സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തേക്കുന്ന തന്നെ ഹാൻഡ് ഹെൽഡ് വെച്ചിട്ടൊന്നല്ല, എല്ലാം ഫിക്സഡ് ക്യാമറ എന്നുള്ള ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടോ കടലവിടെ തിരമാലകളൊക്കെ വരുന്ന കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് കണ്ടോ, ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് അവർ ഫുൾ LED ഒക്കെ ഇട്ട് ഇതായി കാണും. നല്ല സ്ട്രീറ്റെല്ലാം സ്പോട്ട്ലെസ് ക്ലീനാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുള്ളൊരു സ്ട്രീറ്റ് മുഴുവൻ LED സ്ട്രിപ്സ് വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. കണ്ടോ അവിടെ ആ സ്ട്രീറ്റ് കണ്ടോ, ആ സ്ട്രീറ്റിൽ കണ്ടോ ഫുള്ള് LED ഇങ്ങനെ നീളത്തിലിങ്ങനെ ഇട്ട് അലങ്കരിച്ചേക്കാം, ഫുൾ ഹോൾ സ്ട്രീറ്റ് മുഴുവൻ. പിന്നെ അടുത്ത് തന്നെ കണ്ട റെസ്റ്റോറൻറ്റുകളുണ്ട്, നമുക്ക് താമസിക്കാൻ ഹോട്ടലുകളുണ്ട്, പിന്നെ കുറേ വ്യൂ പോയിന്റുകളുണ്ട്, പിന്നെ കുറേ നല്ല രസമുള്ള സ്ഥലമാണ് അത്. നമ്മൾ നൈറ്റ് എന്നല്ല, പ്രത്യേകിച്ച് മഞ്ഞിൽ വണ്ടി ഓടിക്കുമ്പോൾ, ഇപ്പം എനിക്കൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതുപോലത്തെ ടെറൈനിൽ ഡ്രൈവ് ചെയ്തിട്ടില്ല, അതും ഇത്രയും ഹെവി ലോഡും ഹെവി വണ്ടി. വളരെയധികം കെയർ എടുത്ത് നമ്മൾ വേണം വണ്ടി ഓടിക്കാനായിട്ട്. ഒരിക്കലും ഹാർഡ് ആക്സിലറേഷനൊന്നും പാടില്ല. പലപ്പോഴും നമുക്ക് ട്രാക്ഷൻ കിട്ടില്ല, ട്രാക്ഷൻ വിട്ടുപോകും. അപ്പോൾ ട്രാക്ഷൻ വിട്ടുപോകുമ്പോൾ നമ്മൾ ഡിഫ് ലോക്ക് ഇട്ടിട്ട് വേണം ഓടിക്കാൻ. ഡിഫ് ലോക്ക് ഇടുമ്പോഴും നമ്മൾ ഇതിനകത്ത് കുറേ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മഞ്ഞ് വളരെ അധികം ഒന്നും കാണുന്നില്ലെങ്കിലും അതിൽ തന്നെ വണ്ടി നമുക്കിങ്ങനെ പൊതഞ്ഞു പോകും. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് കട നമുക്ക് കിട്ടുന്നത്, പുതിയ ആളുകൾക്ക്, പഴയ ആൾക്കാരുടെ കാര്യമല്ല. അപ്പോൾ എന്താ പറയുക, ലൈഫിലെല്ലാം തന്നെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ. കണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ LED സ്ട്രിപ്പ് ഇട്ട് എത്ര ദൂരത്തിൽ അവരെ അലങ്കരിച്ചിരിക്കുന്നേ നോക്കൂ. ആ സ്ട്രീറ്റ് ഏകദേശം അങ്ങോട്ട് താഴത്തേക്കുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലോട്ട് തിരിഞ്ഞു പോകും. വീണ്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, അവിടെ ചൈനീസ് സൈഡ് എന്ന് പറഞ്ഞ ഒരു പോർട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം, എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടോ കപ്പലുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, ചെറിയ ബോട്ടുകളും യാട്ടുകളും ഒക്കെ കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പണ്ട് സ്റ്റോറീസിലൊക്കെ പറയുന്ന ഒരു ഇതുമാതിരി, എന്താ പറയുക, നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ക്രിസ്മസ് ന്യൂ ഇയറും വളരെ
രസമുള്ളൊരു സമയമാണ് ഡിസംബർ, ജാനുവരി മന്ത് എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്തൊക്കെ രസം പറഞ്ഞാലും പുറമേന്ന് കാണാനാണ് ഇത് രസം കേട്ടോ. പുറത്ത് തണുത്ത് മരവിക്കും നമ്മള്. നമ്മുടെ കൈയിന്റെ വിരലിന്റെ തുമ്പത്തിലൊക്കെ നമ്മള് നീഡില് കുത്തി ഇറക്കണ ഫീലിംഗ് ആയിരിക്കും തണുത്തിട്ട്. പ്രത്യേകിച്ച് മൈനസിലൊക്കെ പോകുമ്പളേ. പ്രത്യേകിച്ച് നമ്മള് വളരെ ചൂടുള്ള രാജ്യത്ത് നിന്ന് നമ്മുടെ കേരളത്തിലെയൊക്കെ കാലാവസ്ഥയെന്ന് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴുണ്ടല്ലോ. കാര്യം ശരിയാണ്. നമുക്ക് ഇപ്പൊ കാനഡ അങ്ങനെയുള്ള കൺട്രീസിന്റെ അടുത്തൊന്നും തണുപ്പ് വരുന്നില്ല. എന്നാൽ കൂടി നമുക്കിത് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കണ്ടോ ലെഫ്റ്റ് സൈഡിലാണ് ആ പോർട്ട്. പോർട്ട് കണ്ടോ? ഇവിടെ നിറയെ കപ്പലുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.